ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. മതി, നമുക്കിനി ഇത് എടുക്കാം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചിക്കൻ വെച്ചിട്ടൊരു അൽഫാമ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വൃത്തിയാക്കി എടുക്കാം സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഉപ്പ് ഇട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകും. കുറച്ച് പൊടി ഉപ്പും അതുപോലെ മഞ്ഞപ്പൊടി ഇട്ട് നല്ല വൃത്തി കഴുകിയെടുക്കുക. എന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി വൃത്തിയായിട്ട് കിട്ടും. നമുക്കിനി ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒന്നുകൂടെ കഴുകാം. എങ്കിലും നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ ഇതിൽ പിടിച്ച് വരുള്ളൂ. ഉള്ളിൽ നല്ല രീതിയിൽ മസാല പിടിക്കും. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് 2-3 വരയൊക്കെ ഇട്ട് കൊടുക്കുക. അടുത്തിന് നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മൾ ഈ മസാലയൊക്കെ വറുത്തെടുക്കാം. മസാലയൊക്കെ വറുത്താണ് പൊടിച്ചെടുക്കുന്നത്. ചട്ടി വെച്ചു കൊടുക്കാം. നമുക്കിത് വറുത്തെടുക്കാം. പട്ട, ഉണക്കമുളക്, മല്ലി, പിന്നെ 2 ഇതിനെ വറുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് സവോള, പിന്നെ കുറച്ച് പുതിനയില, അതുപോലെ തന്നെ മല്ലിയില. ഇത് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ച മസാലയും കൂടെ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കും. ഇത്രയും മതിയാവും. തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൊണ്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി മസാല തേച്ചെടുക്കാം. നമുക്കിനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. അപ്പോൾ കണലൊക്കെ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രില്ലിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മറിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല രീതിയിൽ
വെന്ത് വന്നിട്ടുണ്ട്. മതി, നമുക്കിനി ഇത് എടുക്കാം. നമുക്കൊരു വാഴയിലോട്ട് ഇത് പറക്കി വെക്കാം. സോസ്, അതുപോലെ തന്നെ മയോണൈസ് നമ്മളിപ്പോൾ മുട്ട കൊണ്ടല്ല ഉണ്ടാക്കിയത്, പാല് കൊണ്ടാണ് നമ്മൾ ഈ മയോണൈസ് സ്വന്തമായിട്ട് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളെ ഈ കുഞ്ഞ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.